ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ് മക്കളെ, അടുത്ത ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അതിലെ നമ്മുടെ മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭ്രമണം എന്താണ്, റൊട്ടേഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. എർത്ത് സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതിന് വിളിക്കുന്ന പേരാണ് ഭ്രമണം എന്ന് പറയുന്നത്. മക്കളെ, ഈ ഭൂമി തിരിയുന്നത് അതിന്റെ അച്ചുതണ്ടിലാണ്. അച്ചുതണ്ട് ആയതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഒരു ചെരിവുണ്ട്. ആ ചെരിവ് എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഭൂമി നിൽക്കുന്നത്. എത്ര ഡിഗ്രിയാണ് മക്കളെ? എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. 23.5 ഡിഗ്രി, 23 ഡിഗ്രി ഹാഫ് ചെരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമി നിൽക്കുന്നത്. ഭൂമി ലാലേട്ടനെ പോലെ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് ചെരിഞ്ഞിട്ട് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണത്തിന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഭ്രമണം, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് എന്നാണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് 24 മണിക്കൂർ എന്ന് പറയാൻ പറ്റും. ഈ ഡയറക്ഷൻ ഏതാണ് ഭൂമിയുടെ നമ്മുടെ ഭ്രമണത്തിന്റെ ഡയറക്ഷൻ? അത് മക്കളെ നമ്മൾ ആലോചിക്കുക. ഇവിടെ വെസ്റ്റ് ആണ്, അത് കഴിഞ്ഞ് ഇവിടെ ഈസ്റ്റ് ആണ്, അല്ലേ? ഇവിടെ നമ്മുടെ പടിഞ്ഞാറാണ്, ഇവിടെ കിഴക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷൻ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ, അഥവാ ഭൂമിയുടെ ഭ്രമണത്തിന്റെ റൊട്ടേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഭ്രമണം കാരണമായിട്ടാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത്, ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നത്. കാരണം 24 മണിക്കൂർ ഒരു ദിവസം കൊണ്ടാണ് ഭൂമി മൊത്തമായിട്ട് കറങ്ങുന്നത്. അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, രാത്രിയും പകലും ഉണ്ടാവുന്നുണ്ട്. സോ റൊട്ടേഷന്റെ കാര്യത്തിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ഭാഗമാണ് മക്കളെ റവല്യൂഷൻ എന്ന് പറയുന്നത്, ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമി സ്വയം തിരിയുക മാത്രമല്ല, ഇതേ സമയം ഭൂമി ആരെ ചുറ്റുന്നുണ്ട് മക്കളെ? ഈ കാണുന്ന സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ചുറ്റുന്നവരോ? ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഈ വേർഡ് ശ്രദ്ധിക്കണേ, ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അഥവാ ദീർഘവൃത്താകൃതിയിലാണ്. കറക്റ്റ് ഒരു സർക്കിൾ ആയിട്ടല്ല, ഒരു ലോങ് സർക്കിൾ ആയിട്ട്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിട്ട്, ഒരു ദീർഘവൃത്തത്തിലെ ഭൂമി സൂര്യനെയും വലയം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യനെ ചുറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് പരിക്രമണം അഥവാ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 365.25 ദിവസമാണ്. 365 ആൻഡ് ക്വാർട്ടർ ഡേയ്സ് ആണ്. പക്ഷെ ഈ കാലം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറില്ല, കാണാറില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യാറുള്ള പരിപാടി എങ്ങനെയാ വെച്ചാൽ, ഉദാഹരണത്തിന് 2025 365 ദിവസമുണ്ട്. 365 ആ കാലിന് നമ്മളവിടെ പെൻഡിങ് വെക്കുന്നു. 24 365 കാലുണ്ട്, 27 365 കാലുണ്ട്. 28 എത്തുന്ന സമയത്ത് ഈ 4 കാലിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യുന്നു. അത് 4 കാലും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഈ 1നെ 365 കൂടെ കൂട്ടിയിട്ട് 4 കൊല്ലം കൂടുന്ന സമയത്തിൽ ഈ 2028 എന്ന് പറയുന്ന വർഷത്തിൽ 366 ദിവസങ്ങളും ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും 365 ദിവസങ്ങളുമായിട്ട് എന്തെങ്കിലും കൺസിഡർ ചെയ്യും. അപ്പൊ ഈ 366ാമത്തെ ദിവസമായിട്ട് നമ്മൾ ഏതിനെ കൊണ്ടുവരാറുള്ളത്? അത് ആ വർഷത്തിൽ മാത്രം ഫെബ്രുവരി 29 ഉണ്ടായിരിക്കും. അപ്പൊ ഫെബ്രുവരി 29 ഉള്ള വർഷം എന്ന് പറയുന്നത് അത് അതിവർഷം എന്നാണ് വിളിക്കുക, ലീപ്പ് ഇയർ എന്നാണ് വിളിക്കുക. ആ വർഷത്തിൽ 366 ദിവസങ്ങൾ ഉണ്ടായിരിക്കും, ഫെബ്രുവരി 29 ഉണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും അവസാനത്തെ ലീപ്പ് ഇയർ നടന്ന വർഷം എന്ന് പറഞ്ഞാൽ 2024 ആണ്. അതിന് തൊട്ട് മുമ്പാണെന്നുണ്ടെങ്കിൽ 2020 ആയിരിക്കും. കാരണം ഓരോ 4 വർഷം കൂടുമ്പോഴുമാണ് ലീപ്പ് ഇയർ ഉണ്ടാവാറ്, അതിവർഷം ഉണ്ടാവാറുള്ളത്. അതെന്ത് ചെയ്യുന്നു, ഫെബ്രുവരി 29 വരുന്ന ദിവസമാണ് എന്ന് കൃത്യമായിട്ട് എൻ്റെ മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ വേണം. കൂടാതെ തന്നെ ആ വർഷത്തിൽ 366 ദിവസങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ഓർമ്മയിൽ വേണം. അപ്പൊ അടുത്തായിട്ട് വരാനുള്ള ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് 2028 എന്ത് ചെയ്യാറുള്ളത്, അടുത്ത ലീപ്പ് ഇയർ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. then അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഋതുക്കൾ എന്ന് പറയുന്നത്, സീസൺസ് എന്ന് പറയുന്നത്. മക്കളെ 4 സീസണുകളാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഭൂമിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വസന്തകാലം, ഗ്രീഷ്മകാലം, ശൈത്യകാലം, ശരത്കാലം എന്ന് പറയും. സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ, അതുപോലെ തന്നെ സമ്മർ സീസൺ, വിന്റർ സീസൺ. ഇതിന്റെ എല്ലാം ഡീറ്റെയിലുകൾ പഠിച്ചു വെക്കണം. കൂടാതെ തന്നെ ഈ ചാപ്റ്റർ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ അയനം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാത്രി മാരത്തോണിൽ വരുന്നുണ്ട്, കൃത്യം 7:15. മക്കൾ ആരും തന്നെ ലൈവിനെ മിസ്സാക്കരുത്. എല്ലാവരും കൃത്യസമയത്തുണ്ടായിരിക്കണം. വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ, പ്രഷ്യസ് ആയ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനും അമീർ സാറും ജയസിംഗ് സാറും കൂടെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഞങ്ങൾ സെറ്റാക്കി തരുന്നതാണ്. ഒരാൾ പോലും മിസ്സാവരുത്. ഫസ്റ്റ് ആ മാരത്തോൺ വരുന്ന മുമ്പ് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കണ്ടിരിക്കാം. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആ മാരത്തോൺ പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. സോ ടാറ്റാ, ബൈ.